നിഷ ബിസ്പിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ തന്നെ മേക്ക് ഓവർ വീടിനാണ് കേട്ടോ. ഓണം പ്രമാണിച്ച് ഒന്ന് ഭംഗിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വൈറ്റ് സിമെൻറ്റ് ഇത്തിരി ബാക്കി ഇരിക്കുന്നുണ്ടായതുകൊണ്ടാണ് ഞാനിത് ശ്രമിച്ചത്. അല്ലാണ്ട് ഞാനൊരു പ്രൊഫഷണൽ പെയിൻറ്റർ അല്ല. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴും വലിയ വൃത്തിയൊന്നും തോന്നിയില്ല. ആ ഫോട്ടോ ഞാൻ പിന്നെ ഇടാം. അപ്പോൾ എന്താ പറയുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. എനിക്ക് ചെറുപ്പത്തിൽ ഓരോരുത്തർ ചെയ്യണ കാണുമ്പോഴും ഒക്കെ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു. വേറെ വല്ല എന്താ പറയുക ആഗ്രഹങ്ങളല്ല ഉണ്ടായിരുന്നത്. അപ്പം എന്നാൽ അതൊന്ന് പരിശ്രമിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് ഇങ്ങനെ ചെയ്തത് വെളുത്ത് വരുമ്പോൾ ഒരു തൃപ്തി. പിന്നെ കുറേ സ്ഥലത്തൊക്കെ തങ്കുവിൻ്റെ പഴയ ആർട്ടിസ്റ്റിക് ഇതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മറക്കാമെന്ന് വിചാരിച്ചു. അതേപോലെ ഇപ്പോൾ കാണുന്നത് മറ്റേ സ്പ്രേ പെയിൻ്റാണ് കേട്ടോ. അത് വേറെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണതാണ് യഥാർത്ഥത്തിൽ. ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജനാലയ്ക്ക് പെയിൻറ്റ് ചെയ്ത് നോക്കിയിരിക്കണതാണ്. അപ്പോൾ ഇത് നിങ്ങളാരും ഇത് അറ്റംപ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയരുത്, ഇതിൻ്റെ വേണ്ടത്ര റിസർച്ച് ചെയ്യാണ്ട്. ഇവിടുത്തെ ജനാലയ്ക്ക് ഇത്തിരി എന്താ പറയുക, കളർ മാറിയാലും അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്താലും കുഴപ്പമില്ല, കുറച്ച് പുറത്തേക്കൊക്കെ പോയാലും കുഴപ്പമില്ല, അത്ര ചന്തയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളത് കൊണ്ട് ആ ബാക്കി വന്ന വേറൊരു ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ചിട്ട് ബാക്കി വന്ന സാധനമാണ് ഇവിടെ അടിച്ചു നോക്കണത്. അപ്പോൾ ഇതും ഇതിൻ്റെയും ആശാൻ തങ്കുവിൻ്റെ പപ്പ ആണ്. പക്ഷെ ഞാനും ഇതൊന്ന് പരിശ്രമിച്ച് നോക്കി. ആൾ ചെയ്യണ കണ്ടപ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ഒരു 2 ജനാലയ്ക്ക് അടിക്കുമ്പോൾ ഞാനും കുറച്ച് ഭാഗങ്ങളൊക്കെ ചെയ്ത് നോക്കി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തങ്കു വന്നിരുന്നു. കുട്ടികളിൽ ഉള്ളപ്പോൾ ചെയ്യണേക്കാൾ നല്ലത് കുട്ടികളില്ലാത്തപ്പോൾ ചെയ്യണതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിനൊക്കെ സ്മെല്ല് അപാരമാണ്. അത് ഇതിൽ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. എന്നാലും നമുക്കൊരു ആത്മസംതൃപ്തി തോന്നുമല്ലോ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ. അത് ഭംഗിയായോ ഇല്ലയോ എന്നുള്ളത് അല്ല. പിന്നെ ഇതിന് മുന്നേ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. വെറുതെ പെയിൻ്റൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് വീടിൻ്റെ അകത്ത്. പുറത്തങ്ങനെ അധികം പരീക്ഷണങ്ങളൊന്നും നടത്തിയിട്ടില്ല. അതേപോലെ വാതിലും പെയിൻറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇതിന് മുൻപ്, വീടിൻ്റെ വാതിൽ. ഇപ്രാവശ്യം അതും കൂടി ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇപ്പോൾ തൽക്കാലം ഈ വൈറ്റ് വാഷിംഗ് ആണ് ചെയ്തത്. ഇത് ഞാൻ എന്താ പറയുക, മുകളിലൊക്കെ കയറി അടിക്കാൻ നോക്കിയാണ്. അതിൻ്റെ ഇതായി കഴിഞ്ഞ് ഉണങ്ങി കഴിഞ്ഞ് വന്നപ്പോൾ വലിയ ചന്തമൊന്നുമില്ല. അടിച്ചു എന്നുള്ളൊരു തൃപ്തി എനിക്ക്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അതേപോലെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.